നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വാലിഡ് ആയിട്ടുള്ള പീസ് ഓഫ് ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് ഇന്നലെ നമ്മുടെ സുപ്രീം കോർട്ടിൽ ഒരു PLI ഫയൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ CMA ഓൺലൈൻ എക്സാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എക്സാം ഡിസംബർ 8 നടക്കാൻ പോകണം. ഓൺലൈൻ മോഡാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറ്റി പുതിയ MTV വന്നു. അതിൻ്റെയൊക്കെ രീതിയിൽ നമ്മുടെ എക്സാമിനേഷൻ ഡിസംബർ 8 ആസ് പെർ ഷെഡ്യൂൾ നടക്കുന്നത് തന്നെയാണ് നമ്മുടെ എക്സാമിനേഷൻ ബോർഡ് പറയുന്നത്. നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും പറയുന്നത് അത് തന്നെയാണ്. ക്യാൻസലേഷൻ, മെർജ് ചെയ്യും, അങ്ങനെ പല റൂമേഴ്സും വരുന്നുണ്ട്. ഓക്കെ, അതിനൊന്നും ചെവി കൊടുക്കണം. ഇപ്പോൾ യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവം ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ലൈവ് ലോ.in എന്ന് പറയുന്ന സൈറ്റിലാണ് ഈ ഒരു ന്യൂസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ CMA എക്സാം, CMA ഓൺലൈൻ മോഡ് ഓഫ് എക്സാമിനേഷൻ, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിനെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ സുപ്രീം കോർട്ടിൽ ഒരു PLI ഫയൽ ചെയ്തിരിക്കുകയാണ്. PLI എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇപ്പോൾ ഞാനത് എന്താ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ പേരിൽ, അതായത് എനിക്കിപ്പോൾ CMA എക്സാം നടത്തുന്നത് ശരിയല്ല തോന്നി ഞാനൊരു കേസ് കൊടുക്കുകയാണെങ്കിൽ അത് ഞാൻ പേഴ്സണലി കൊടുക്കുന്ന, എൻ്റെ മാത്രം ഞാൻ കൊടുക്കുന്ന ഒരു കേസായിട്ട് മാറാം. പക്ഷേ ഒരു വലിയ ഒരു മാസ് ഒരു പബ്ലിക്കിന് മുഴുവനായിട്ട് അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ആൾക്കാരെയും കൂടെ ജോയിൻ ചെയ്ത് നമ്മളെ പബ്ലിക് പെറ്റീഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ എല്ലാ ആൾക്കാരുടെയും കൂടെ സപ്പോർട്ട് കൊണ്ട് വേണമെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരാൾ കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൊടുക്കാം. അങ്ങനെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എഗൻസ്റ്റ് ആയിട്ട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. നവംബർ 23 9:10, അതായത് വൈകിട്ട് 9 മണിക്ക്, രാത്രി 9 മണിക്കാണ് ഈ ഒരു സാധനം ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്, എന്തൊക്കെയാണ് കോർട്ടിൽ വെച്ചിരിക്കുന്ന വാലിഡ് പോയിന്റ്, ഇതിന് എന്തെങ്കിലും നടക്കുന്ന കാര്യം നടപടിയാവുന്ന കേസാണോ എന്നൊക്കെയുള്ള നമ്മുടെ ഒരു അനാലിസിസ്, എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കിക്കോളൂ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 8 നടക്കാനിരുന്ന നമ്മുടെ ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ എക്സാമിനേഷൻ കാണാൻ പറ്റും. ഡിസംബർ 8 നടക്കാനിരുന്ന CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് അതിന് എഗൻസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ നമ്പർ 14, 19, 21 വയലേഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് 14 പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് തോന്നുന്നു 14 പറയുന്നതെന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇക്വാളിറ്റി ആണ്. റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്ന കാര്യമാണ് 14 പറഞ്ഞിരിക്കുന്നത്. 19 20 നമ്മുടെ ഫ്രീഡത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ടു ഫ്രീഡവും അതുപോലെ എന്താ പറയുക, നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സണൽ ലൈഫ്, അതാണ് 19 21 പറഞ്ഞിരിക്കുന്നത്. ആ നമ്മുടെ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ആണെന്നാണ് ഈ ഒരു പെറ്റീഷന്റെ ഗ്രൗണ്ടായിട്ട് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ പറഞ്ഞിരിക്കുന്ന വാലിഡ് പോയിന്റുകൾ ഞാൻ താഴെ പറഞ്ഞുതരാം. അത് നോക്കി, ഇവിടെ നമ്മുടെ CMA ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം എക്സാമിനേഷൻ ഒരു ചെറിയൊരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തുകൊണ്ട് എക്സാമിനേഷന്റെ പാറ്റേൺ ചേഞ്ച് ചെയ്തു. അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, അത് മാത്രമല്ല, ഒരു പ്രാവശ്യമല്ല 3 പ്രാവശ്യങ്ങളിൽ ചേഞ്ച് ചെയ്തു. 3 ടൈംസ്, ഒരു മാസത്തിലല്ല 3 പ്രാവശ്യം എക്സാമിനേഷന്റെ പാറ്റേൺ ചേഞ്ച് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് സ്വന്തം ഇഷ്ടപ്രകാരം ഓഫ്ലൈൻ മോഡിൽ നിന്ന് നേരെ നമ്മൾ ഓൺലൈൻ മോഡിലേക്ക് മാറ്റി. എക്സാമിനേഷന്റെ പാറ്റേണിൽ ചേഞ്ച് പറ്റൂ. അത് ഒരു പ്രാവശ്യമല്ല 3 പ്രാവശ്യം ചേഞ്ച് ചെയ്തു. അത് മാത്രമല്ല, ഇവർ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഫീസിബിൾ അല്ല. അതൊരിക്കലും നമ്മുടെ സ്റ്റഡി മെറ്റീരിയലായിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഫീസിബിൾ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു റീസെന്റ് പാറ്റേണിൽ നമ്മൾ ടൈപ്പിംഗ് ഒരുപാട് ചെയ്യേണ്ടി വരും. കുറച്ചധികം സമയം എടുത്ത് തന്നെ ടൈപ്പിംഗ് ചെയ്യേണ്ടി വരും. പക്ഷേ അതിന് നമ്മുടെ കാൻഡിഡേറ്റ്സ് റെഡിയല്ല എന്ന് പറയാൻ, നമ്മൾ CMAക്ക് ജോയിൻ ചെയ്തപ്പോൾ പ്രോസ്പെക്ടസ് വായിച്ചപ്പോൾ അവിടെ എക്സാമിനേഷൻ ഓഫ്ലൈൻ മോഡാണ്. നമ്മൾ ആ ഒരു രീതിക്കാണ് പഠിച്ചു തുടങ്ങിയത്. അതിപ്പോൾ ഓൺലൈൻ മോഡിലേക്ക് കഴിഞ്ഞ വട്ടം കൊറോണ കാരണം മാറ്റി വെച്ചു, ഇപ്പോൾ വീണ്ടും മാറ്റി വെക്കുകയാണ്. പുതിയ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വെച്ച് നമുക്ക് ഒരുപാട് സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് നമ്മുടെ കാൻഡിഡേറ്റ്സ് റെഡിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നത് എന്താ നോക്കി, നമ്മുടെ പ്രാക്ടിക്കൽ പ്രോബ്ലംസും അതുപോലെ തിയറിയും അതൊക്കെ ടൈപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം വേണം. അതിപ്പോൾ തന്നിരിക്കുന്ന ടൈം സ്പാനിൽ നടക്കില്ല. അതുപോലെ മറ്റൊരു പോയിന്റ് പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ ഇത് നമ്മുടെ ഹിന്ദി മീഡിയം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഹിന്ദി മീഡിയം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കാര്യം ലാസ്റ്റ് പോയിന്റ് നോക്കി, അതായത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു ഇക്വാളിറ്റി. അത് ഇവിടെ ഹിൻഡർ ചെയ്തിരിക്കുകയാണ്. അതായത് ഹിന്ദി മീഡിയം സ്റ്റുഡൻസിനെ പറ്റിയിട്ടുള്ള അവർക്ക് പറ്റിയിട്ട് ഒരു വാലിഡ് ഇൻഫർമേഷൻ തന്നിട്ടില്ല. അവർ ഹിന്ദി മീഡിയത്തിലാണ് എക്സാം എഴുതുന്നത്. ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ എക്സാം കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാണ്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ കറക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിൽ പ്രത്യേകിച്ച് ഒപ്പില്ല. നമുക്ക് നോക്കാം ഇനി ഫ്യൂച്ചറിൽ എന്താണ് കാണുന്നത്. ആർട്ടിക്കിൾ 14, 19, 21, അതായത് റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, അതുപോലെ നമ്മൾ പറയുന്നത് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തി അതിനെ കേൾക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഹിൻഡർ ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ കേസ് കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ പേര് കിടക്കണം. കേസിന്റെ ടൈറ്റിൽ ആൾക്കാരുടെ പേര് നിതിൻ ആൻഡ് എയ്നാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അതുപോലെ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്ന അഡ്വക്കേറ്റ്സിന്റെ പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരൊന്നും നമുക്ക് ഫെമിലിയർ അല്ല. പക്ഷേ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. വാലിഡ് പോയിന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് വേണമെങ്കിൽ വാലിഡ് പോയിന്റ് ആണെന്ന് പറയാം. പക്ഷേ നിങ്ങൾ ഈ ഒരു കേസ് കൊണ്ട് എക്സാമിനേഷൻ മാറ്റിവെക്കും, അത് വന്നിട്ട് നമുക്കിനി പഠിക്കാനുള്ള കാര്യങ്ങളും ചെയ്തിട്ട് കാര്യമില്ല. CMA പാസ്സാവുന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ തന്നെ പോവുക. ബാക്കി സംഭവങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇൻഫർമേഷൻ വരാണെങ്കിൽ ഞാൻ നിങ്ങൾ അതിട്ട് പാസ് ചെയ്യാം.
ഓക്കെ, ഇപ്പോൾ എന്തായാലും ഒരു പബ്ലിക് ലിറ്റിഗേഷൻ ഇൻട്രസ്റ്റ് കോർട്ടിൽ പോയിട്ടുണ്ട്, അതിൻ്റെ ജഡ്ജ്മെന്റ് എന്തായാലും ഉടനെ തന്നെ വരും. നമുക്കപ്പോൾ നോക്കാം ഇത് എക്സസൈസ് നമ്മുടെ എക്സാമിനേഷൻ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ നടക്കുമെന്നൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ നോക്കാം. അപ്പോൾ എന്തായാലും നല്ലതായിട്ട് പഠിക്കുക, ഹാപ്പി സ്റ്റഡീസ്. CMA നമുക്ക് പാസ്സാവണം. വേറെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും വേണമെങ്കിലും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോ, നമുക്ക് ആ വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം.